അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്കാമുൽ മദ്, മദ്ദിന്റെ നിയമങ്ങൾ. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് സാധാരണ ദൈർഘ്യം, അൽ മദ്ദു തബിഈ അല്ലെങ്കിൽ അൽ മദ്ദുൽ അസ്ലി, അതാണ് അതിന്റെ പേര്. അലിഫ്, വാവ്, യ, അലിഫ്, വാ, യ, ഈ മൂന്ന് അക്ഷരങ്ങളാണ് മദ്ദക്ഷരങ്ങൾ. ഈ മൂന്ന് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ അല്ലെങ്കിൽ സുക്കൂൻ. സുക്കൂൻ എന്ന് പറയുമ്പോൾ ശബ്ദം കൂടെ അതിന് വരുന്നുണ്ട്. ഈ മൂന്നാളുകളൊന്നും വന്നില്ല എങ്കിൽ അവിടെ സാധാരണ ദൈർഘ്യം, അതായത് രണ്ട് ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള ഒരു സമയം കൊടുത്ത് അവിടെ ദീർഘിപ്പിക്കുക, ദൈർഘ്യം കൊടുക്കുക എന്നതാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. ആ ക്ലാസ് കേൾക്കാത്തവരുണ്ട് എങ്കിൽ അത് പോയി കാണുക, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസാധാരണ ദീർഘത്തെ കുറിച്ചിട്ടാണ്. അതായത് അൽ മദ്ദുൽ ഫറഈനെ കുറിച്ചിട്ടാണ്. എന്താണ് അൽ മദ്ദുൽ ഫറഈ? അതായത് അസാധാരണ ദീർഘം. നമ്മൾ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ ദൈർഘ്യം കൊടുത്തുകൊണ്ട് ഓതുന്നത് കേൾക്കാറുണ്ട് അല്ലെ? രണ്ട് ഹറക്കത്തുകളെക്കാൾ കൂടുതൽ മദ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ദൈർഘ്യം കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് അതുപോലെ ദൈർഘ്യം കൊടുക്കുന്നത് എന്നതാണ് ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ദൈർഘ്യം കൊടുക്കുന്ന ആ ഒരു മദ്ദിനാണ് അൽ മദ്ദുൽ ഫറഈ എന്ന് പറയുന്നത്. അതായത് അസാധാരണ ദീർഘം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അസാധാരണ ദീർഘം നൽകുന്നത്. ഒന്ന്, അലിഫ്, വാവ്, യാ, ഈ പറഞ്ഞ മൂന്ന് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരിക. രണ്ടാമത്തേത് അലിഫ്, വാവ്, യാ, മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വരിക. ഇങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അൽ മദ്ദുൽ ഫറഈ അല്ലെങ്കിൽ അസാധാരണ ദീർഘം സംഭവിക്കുന്നത്. ഹംസയുടെയും സുക്കൂനിന്റെയും ഉച്ചാരണം കൂടുതൽ മെച്ചപ്പെടുത്തുക, കൂടുതൽ സുഗമമാക്കുക എന്നതാണ് അങ്ങനെ ദൈർഘ്യം കൊടുക്കാനുള്ള, രണ്ട് ഹറക്കാത്തിൽ കൂടുതൽ ദൈർഘ്യം കൊടുക്കാനുള്ള കാരണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അലിഫ്, വാവ്, യാ, ഈ പറഞ്ഞ മൂന്ന് ആളുകൾക്ക് ശേഷം, മൂന്ന് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ എന്ന ആള് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിയമങ്ങൾ, എങ്ങനെയൊക്കെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. രണ്ട് നിയമങ്ങളാണ് ഹംസയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നിയമം അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ. രണ്ടാമത്തേത് അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിൽ. നമുക്ക് നോക്കാം. ഈ രണ്ട് പേരുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്താവും, അതിൽ പറയുന്ന നിയമങ്ങളെ എളുപ്പത്തില് പഠിച്ചെടുക്കാൻ സാധിക്കും. ആദ്യത്തേത് അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ. രണ്ടാമത്തേത് അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിൽ. നമ്മൾ പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? അലിഫ്, വാവ്, യാ, ഇതാണ് മദ്ദക്ഷരങ്ങൾ അല്ലെ? ഈ പറഞ്ഞ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരിക എന്ന് പറയുന്ന നിയമത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ ഹംസ വരുമ്പോ രണ്ട് നിയമങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് വാജിബാണ്, രണ്ടാമത്തേത് ജായിസ് ആണ്. വാജിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിർബന്ധമാണ് എന്നാണ്. അതായത് ആദ്യത്തെ നിയമത്തിൽ നമ്മൾ ഒരു ദൈർഘ്യം പറയുന്നുണ്ട് എങ്കിൽ അത്രയും ദൈർഘ്യം നീട്ടം കൊടുക്കുക എന്നത് വാജിബാണ്, നിർബന്ധമാണ്. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? മുത്തസിൽ എന്നതാണ് ആ വാക്ക്. മുത്തസിൽ എന്ന് പറയുമ്പോൾ ചേർന്ന് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് അലിഫ്, വാവ്, യാ, ഈ പറഞ്ഞ മൂന്ന് മദ്ദക്ഷരങ്ങളിൽ ഏതിന്റെയെങ്കിലും കൂടെ അല്ലെങ്കിൽ ഒന്നിന്റെ കൂടെ ഹംസ എന്താവുക? ചേർന്ന് നിൽക്കുക. അതായത് ഇവ രണ്ടു കൂട്ടരും ഒറ്റ വാക്കില് വരിക. ഉദാഹരണം സമാ. ഒരു വാക്കിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും
അടുത്തടുത്തായിട്ട് വരിക. അതാണ് ഈ പറഞ്ഞ മുത്തസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്താണ് നോക്കിയട്ടെ. വാജിബ് പറഞ്ഞു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജായിസ്. അവിടെ നിർബന്ധമില്ല, നമുക്ക് അനുവദനീയമാണ്. അതായത് ചെറിയൊരു ഇളവുണ്ട്. നമ്മൾ അവിടെ പഠിക്കുന്ന നിയമം അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കാൻ പറയുന്ന ദൈർഘ്യം ഒന്നുകിൽ ഇങ്ങനെയാവാം അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം. അതാണ് ജായിസ് എന്ന പദത്തിന്റെ അർത്ഥം. ഇനി മുൻഫസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, മുത്തസിലിന്റെ നേരെ വിപരീതമാണ് മുൻഫസിൽ. മുത്തസിൽ നമ്മൾ പറഞ്ഞു എന്ത്, മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ തന്നെ വരിക, ഒറ്റ കലിമയില് വരിക. എന്നാൽ മുൻഫസിൽ എന്ന് പറയുമ്പോ ഒരു വാക്കിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും തൊട്ടടുത്ത വാക്കിന്റെ ആദ്യത്തിൽ ഹംസയും വരിക. വിട്ടു നിൽക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് രണ്ട് പദങ്ങളിലായിട്ട്, രണ്ട് കലിമയിലായിട്ട് അടുത്തടുത്ത് ആര് വരിക, മദ്ദക്ഷരവും ഹംസയും വരിക. അതുകൊണ്ടാണ് അതിന് മുൻഫസിൽ എന്ന പേര് വന്നിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കാം. ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ, മദ്ദക്ഷരവും ഹംസയും ഒറ്റ പദത്തിൽ ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ അവിടെ ദൈർഘ്യം വാജിബാണ്. എന്നാൽ മദ്ദക്ഷരവും ഹംസയും മുൻഫസിലാണ് എങ്കിൽ, വിട്ടു നിൽക്കുകയാണ് എങ്കിൽ അവിടെ നിയമം ജായിസാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഉദാഹരണ സഹിതം ഈ രണ്ട് നിയമങ്ങളെയും പഠിക്കാം. ആദ്യം അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ. അപ്പൊ ഈ ഒരു പേര് ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? മുത്തസിലാണ്, വാജിബാണ്. മുത്തസിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ചേർന്ന് നിൽക്കുന്നത് എന്നാണ്. അപ്പോ മദ്ദക്ഷരവും ഹംസയും എന്താവുക, ഒറ്റ പദത്തില് ചേർന്ന് വരിക. നോക്കിയാട്ടെ, ആദ്യത്തെ ഉദാഹരണം സമാ എന്നതാണ് ഇവിടുത്തെ വാക്ക്. മദ്ദക്ഷരമായിട്ടുള്ള അലിഫുണ്ട്. അലിഫിന് ശേഷം ആര് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. രണ്ടാളും വന്നിരിക്കുന്നത് ഒറ്റ കലിമയിലാണ്, ഒറ്റ വാക്കിലാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കിയാട്ടെ. ആദ്യത്തേത് സീൻ കഴിഞ്ഞിട്ടുള്ളത് യാ എന്ന മദ്ദക്ഷരമാണ്. യാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഹംസയാണ് വന്നിരിക്കുന്നത്. സീ അത്ത്, ഒറ്റ പദത്തിലാണ് വന്നിരിക്കുന്നത്, അതായത് മുത്തസിലാണ്. ഇനി മൂന്നാമത്താണോ നോക്കിയട്ടെ. സൂ സൂ, വാവ് എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്, ഒറ്റ പദത്തിലാണ്, ചേർന്ന് നിൽക്കുകയാണ്, അതായത് മുത്തസിലാണ്. ഇതുപോലെ ഒറ്റ പദത്തിൽ മദ്ദക്ഷരവും ഹംസയും അടുത്തടുത്ത് ചേർന്ന് വരുമ്പോൾ അവിടെയാണ് മുത്തസിൽ എന്ന പേരിന്റെ പ്രസക്തി. അത് വാജിബാവുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദൈർഘ്യം 4-5 ഹറക്കാത്തുകൾ ഉച്ചരിക്കാനുള്ള സമയമാണ്. 4-5 ഹറക്കാത്തുകൾ ഉച്ചരിക്കാനുള്ള സമയം, ദൈർഘ്യം കൊടുക്കുക എന്നുള്ളത് അവിടെ വാജിബാണ്, അതായത് നിർബന്ധമാണ്. വസ്സമാഇ ദാതിൽ ബുറൂജ്. വസ്സമാഇ ഒരു ഹറക്കത്ത് എന്ന് പറയുമ്പോൾ ഒരക്ഷരം ഉച്ചരിക്കാനുള്ള സമയമാണ്. വസ്സമാ സീഅത് سيئت وجوه الذين كفروا. سيئت زين له سوء عمله. സൂഉ. അങ്ങനെ 4-5 ഹറക്കത്തുകൾ ഉച്ചരിക്കാനുള്ള സമയം, ദൈർഘ്യം കൊടുക്കുക എന്നുള്ളത്
വാജിബാണ്. എപ്പോൾ? അത് മുത്തസിലായിരിക്കുമ്പോൾ. ആര്? അലിഫും വാവും യാവുമായ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഒറ്റപ്പദത്തിൽ ചേർന്നു വരികയാണ് എങ്കിൽ അവിടെ 4 5 ഹറക്കാത്തുകളുടെ ദൈർഘ്യം, അവ ഉച്ചരിക്കാനുള്ള ഒരു ദൈർഘ്യം കൊടുക്കുക എന്നുള്ളത് വാജിബാകുന്നു. അതുകൊണ്ടാണ് അതിന് അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ എന്ന പേര് വന്നിരിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ഓതി നോക്കാം. വസ്സമാഇ ദാതിൽ ബുറൂജ് സീഅത് വുജൂഹുൽ ലദീന കഫറൂ സുയ്യിന ലഹു സൂഉ അമലിഹി സുയ്യിന ലഹു സൂഉ അമലിഹി. ഇതാണ് അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ. അലിഫ് വാവ് യാ എന്നീ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ എന്ന അക്ഷരം ഒറ്റ പദത്തിൽ തന്നെ ചേർന്ന് വരുന്നത് കൊണ്ടാണ് അൽ മദ്ദുൽ മുത്തസിൽ എന്ന പേര് വന്നിരിക്കുന്നത്. അവിടെയുള്ള അതിന്റെ ദൈർഘ്യം 4 5 ഹറക്കാത്തുകളുടെ സമയം നിർബന്ധമായും കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് അത് അൽ വാജിബുൽ മുത്തസിലായി തീർന്നത്. ഇനി രണ്ടാമത്തെ നിയമം അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിൽ. ഇവിടെ നമ്മൾ പേര് നോക്കുക, മനസ്സിലാക്കുക. ഒന്നാമത്തേത് ജായിസ് ആണ്, അതായത് അനുവദനീയമാണ്, എന്തോ ഒരിളവുണ്ട് എന്ന് നമ്മളപ്പോ മനസ്സിലാക്കണം. മറ്റൊന്നാണ് മുൻഫസിലാണ്. മുൻഫസിൽ എന്ന് പറയുമ്പോൾ വിട്ടു നിൽക്കുന്നത് എന്നാണ്. ആരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അലിഫ് വാവ് യാ ഈ 3 മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരിക എന്നതാണ് നമ്മുടെ നിയമം. അപ്പൊ മദ്ദക്ഷരവും ഹംസയും എന്താവുക? വിട്ട് വിട്ട് നിൽക്കുക, എന്നാൽ അടുത്തടുത്ത് വരിക. ഉദാഹരണം നോക്കാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. അതായത് ഇന്ന എന്നുള്ളത് ഒരു വാക്കാണ്. അതിന്റെ അവസാനത്തിലാണ് മദ്ദക്ഷരമായ അലിഫ് വന്നിരിക്കുന്നത്. തൊട്ടടുത്ത വാക്ക് ഏതാണ്? അൻസൽനാഹു. ആ വാക്ക് തുടങ്ങുന്നതോ ഹംസയിലാണ്. അപ്പോ രണ്ടാളും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്, എന്നാൽ 2 കലിമയിൽ 2 പദങ്ങളിലാണ് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആളെ നോക്കിയാട്ടെ. ബനി ആദം. യാ എന്ന മദ്ദക്ഷരമാണ് ബനി അവസാനിക്കുന്നത്. തൊട്ടടുത്ത പദം ആരാണ്? ആദം. ആദം എന്ന വാക്ക് തുടങ്ങുന്നത് ഹംസയിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്, അടുത്തടുത്താണുള്ളത്, എന്നാൽ രണ്ടും 2 പദങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ മുൻഫസിൽ എന്ന പേര് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ആളും അങ്ങനെ തന്നെയാണ്. അൻഫുസകും എന്ന് പറയുമ്പോ വാവ് എന്ന മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത പദത്തിൽ ഹംസ വന്നിട്ടുണ്ട്. രണ്ടും അടുത്തടുത്താണ്, രണ്ടും 2 കലിമയിലാണ്. ഇങ്ങനെ 2 കലിമയിലായി മദ്ദക്ഷരവും ഹംസയും വരുമ്പോൾ അവിടെ നമുക്ക് 4 5 ഹറക്കാത്തുകളുടെ ദൈർഘ്യം നൽകുകയോ സാധാരണ ദൈർഘ്യം കൊടുത്ത് മതിയാക്കുകയോ ചെയ്യാം. സാധാരണ ദൈർഘ്യം എന്ന് പറയുമ്പോൾ 2 ഹറക്കാത്തുകളുടെ സമയം. നമുക്ക് 2 ഹറക്കാത്തുകളുടെ മാത്രം ദൈർഘ്യം കൊടുത്ത് അവിടെ അതിനെ മതിയാക്കാം. അല്ലെങ്കിൽ 4 5 ഹറക്കാത്ത് വരെ നമുക്കതിനെ ദൈർഘ്യം കൊടുക്കുകയോ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിന് അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിൽ എന്ന പേര് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് പാരായണം ചെയ്യുക? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, അല്ലെങ്കിൽ ഇന്നാ അൻസൽനാഹു സാധാരണ
ദീർഘം. ബനി ആദം, ബനി ആദം, അല്ലെങ്കിൽ ബനി ആദം, ബനി ആദം, സാധാരണ ദീർഘം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അല്ലെങ്കിൽ ഖൂ അൻഫുസകും, ഖൂ അൻഫുസകും, സാധാരണ ദീർഘം. ഇതാണ് അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിൽ. പിന്നെ പറഞ്ഞത് ഒന്നുകൂടി ചുരുക്കി പറയാം. അൽ മദ്ദുൽ ഫറഇയാണ് നമ്മൾ തുടങ്ങിയത്, അസാധാരണ ദീർഘം. 2 കാരണങ്ങൾ കൊണ്ടാണ് അസാധാരണ ദീർഘത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്. മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരിക, സുക്കൂൻ വരിക. ഇന്ന് നമ്മൾ പറഞ്ഞത് ഹംസ വരിക, മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരുന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ വിശദമാക്കിയത്. അതിൽ 2 നിയമങ്ങളാണുള്ളത്. ഒന്ന് അൽ മദ്ദുൽ വാജിബുൽ മുത്തസിൽ, അതായത് മദ്ദക്ഷരവും ഹംസയും ഒറ്റ പദത്തിൽ ചേർന്ന് വരിക. അവിടെ 4 or 5 ഹറക്കാത്തുകളുടെ ദൈർഘ്യം നിർബന്ധമായും കൊടുക്കുക. രണ്ടാമത്തെ നിയമം അൽ മദ്ദുൽ ജായിസുൽ മുൻഫസിൽ, അതായത് മദ്ദക്ഷരവും ഹംസയും 2 പദങ്ങളിലായി അടുത്തടുത്ത് എന്നാൽ വിട്ടുവിട്ട് വരിക. അവിടെ നമുക്ക് സാധാരണ ദൈർഘ്യം നൽകുകയോ 4 or 5 ഹറക്കാത്തുകളുടെ ദൈർഘ്യം നൽകുകയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.